ഹായ് ഫ്രണ്ട്സ്, അജിന്ത്യ പ്രസാദ് ഫാമിലി വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നട്ടപ്പറ വെയിലാണ്. ഉച്ചയ്ക്ക് 1 മണിയായി. അപ്പോഴാണ് ഇന്ന് ചോറും കൂട്ടാനും വെക്കണമെന്നല്ലോ എന്നാലോചിച്ചത്. വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയായിരുന്നു ഏട്ടൻ. അപ്പോൾ ഉള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറ്റില്ല. അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് ചീര മുറിച്ച് കൊണ്ടുവന്നിട്ട് കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ചീര ആവശ്യമുണ്ട്. ചീര പിന്നെ പറമ്പിലിറങ്ങിയ സുലഭമായി കിട്ടുന്നൊരു സാധനമാണല്ലോ. ചീര പൊട്ടിക്കാം നമുക്ക്. ഇപ്പം നാളികേരൊക്കെ വീണ് തുടങ്ങിയിട്ടുണ്ട്. കാരണം ശ്രദ്ധിക്കണം, എന്ന് കമന്നൊക്കെ കിടക്കുമ്പോൾ അതൊക്കെ കൂടി ഒരു തണ്ടലേ ഉള്ളൂ. കുറച്ച് മാത്രം പൊട്ടിച്ചാൽ മതി. ചീര പൊട്ടിക്കാം. അങ്ങനെ ഈ ചീര ഇട്ടിട്ട് പരിപ്പ് കറി വയ്ക്കാം. വെയിൽ കൊണ്ട് അങ്ങനെ ചുങ്ങി നിൽക്കുകയാണ്. ഉച്ചനേരമായതുകൊണ്ട് അമ്പൽപ്പൂ അങ്ങനെയാണല്ലോ നിൽക്കാം. തുളസിക്കതിരൊക്കെ എല്ലാം ഇങ്ങനെ ചുങ്ങി. മുല്ലപ്പൂവൊക്കെ ഇഷ്ടം പോലെ ആയി തുടങ്ങിയിട്ടോ. ധാരാളം മുല്ലപ്പൂ ഉണ്ടായി. അതൊക്കെ ഒരു ഭംഗിയാണ്. ഉച്ചനേരത്ത് ഈ ഞായറാഴ്ച സമയത്ത് മാത്രമാണ് ഞാൻ ഇപ്പോൾ പുറത്തിറങ്ങി നിൽക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ പുറത്തേക്കൊന്നും വരാറില്ല കേട്ടോ. എപ്പോഴും ഞാൻ ഏട്ടൻ പോയി കഴിഞ്ഞാൽ അങ്ങനെ റൂമിൽ കയറി ഇങ്ങനെ വലർച്ചിരിക്കും. വീണ്ടും പുറത്തേക്ക് ഇറങ്ങി. എവിടെയോ മരം മുറിക്കുന്നുണ്ട്. വീണ്ടും ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിടോ. എന്തിനാണെന്നറിയാം, ഇത് കുറച്ചേ ഇരുമ്പാമ്പുളി പൊട്ടിക്കാമെന്ന് വിചാരിച്ചു. ഇരുമ്പാമ്പുളി അത്യാവശ്യം നിൽക്കാനുണ്ട്. ഇത്രയും എന്താ പറയുക, ഇരുമ്പാമ്പുളി ഇല്ലെങ്കിൽ ശരിയാവില്ല. കുറച്ച് ഇരുമ്പാമ്പുളിയും ഒക്കെ കൂടി ഇടിച്ചൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ വിചാരിച്ചു വേണ്ട, ഇരുമ്പാമ്പുളി അങ്ങ് പൊട്ടിക്കാം. ഇതേ ഇരുമ്പാമ്പുളി കൊണ്ടൊരു സ്പെഷ്യൽ ഉണ്ടാക്കാം എന്നൊക്കെ കണ്ട. അത്യാവശ്യം ഉണ്ടായി നിൽക്കുന്നുണ്ട് ഇരുമ്പാമ്പുളി. ഇത്തിരി വലിപ്പമുള്ളതൊക്കെ പാത്രം ഇവിടെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു. ഇത്തിരി നല്ലതൊക്കെ പൊട്ടിക്കാം. അത്യാവശ്യം വലിപ്പമായി ഇതിങ്ങനെ പൊട്ടിച്ചെടുക്കാം. അപ്പോൾ അത് ശരി പറഞ്ഞാൽ ഇരുമ്പാമ്പുളി ഡെയിലി കഴിക്കാൻ പാടില്ല. ഞങ്ങൾ ഡെയിലിയൊന്നുമില്ല, പിന്നെ ഇത് ഉള്ളപ്പോഴേ കഴിക്കുള്ളൂ ചേട്ടാ. ഡെയിലിയൊന്നും ഞങ്ങൾ കഴിക്കാറില്ല കേട്ടോ. നാളെ ഒരു ദിവസം കഴിച്ചു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ. ഞാൻ ഒരു ദിവസം വീഡിയോ ഇട്ടുണ്ടായിരുന്നു, അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് എൻ്റെ കൈയാണല്ലേ. അതൊക്കെ ഇങ്ങനെ പൊട്ടിച്ചെടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കണ്ട ഇത്തിരി വലുതായിട്ട് വന്നിട്ടുണ്ട്. വീട്ടിലുള്ളപ്പോൾ കഴിക്കാം. ഞാൻ അങ്ങനെ ഒരു കുട്ടി സ്കൂളിൽ എന്നും ഇരുമ്പാമ്പുളി കഴിച്ചിട്ട് കിഡ്നിക്ക് കംപ്ലൈൻറ്റ് വന്നു എന്നൊക്കെ കേൾക്കാം. പക്ഷെ ഞാൻ എന്നും കഴിക്കാറില്ല. ഇത് കിട്ടാൻ വേണ്ടി ഞാൻ എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നറിയോ. ഇപ്പോൾ ചാളയും കിട്ടാനില്ല കേട്ടോ. അല്ലെങ്കിൽ ഇരുമ്പാമ്പുളിയും ചാളയും കൂടിയിട്ട് നല്ലൊരു കോമ്പിനേഷനായിരുന്നു, ചാളയും ഇരുമ്പാമ്പുളിയും. ഇപ്പോൾ ചാളയും കിട്ടാനില്ല. എനിക്ക് എന്താ പറയുക, പിന്നെ വരുമ്പോൾ ചിക്കനൊക്കെ മേടിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ചിക്കൻ കറി കുറച്ചിരിക്കുന്നുണ്ട്, എന്നാലും രസമല്ലേ. പോരാ, വീട്ടിലുള്ള സാധനം ഇട്ടിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അത് സന്തോഷം. കാശ് കൊടുത്ത് മേടിക്കണില്ലല്ലോ. അപ്പം അതൊക്കെ ഇങ്ങനെ ഒരു സന്തോഷം. അങ്ങനെയൊക്കെ ഉള്ളൊരു കാലം. ഇതാ അങ്ങനെ ഇരുമ്പാമ്പുളിയായി. ഇരുമ്പാമ്പുളി അച്ചാർ പോലെ ഒരു നല്ല ടേസ്റ്റ് അത്. ഇരുമ്പാമ്പുളി അച്ചാർ ഇങ്ങനെ ഉണ്ടാക്കാൻ വേഗം പോവാം. നല്ല വെയിലുണ്ട് ചേട്ടാ. പണ്ട് അമ്മയുണ്ടല്ലോ, ഇരുമ്പാമ്പുളിയൊക്കെ ഞങ്ങൾക്ക് അച്ചാറിടും. പിന്നെ ഞങ്ങൾ മീൻ കറിയിൽ, ഞാൻ ചാളയിൽ ഇടുന്ന കാര്യം പറഞ്ഞുള്ളൂ. നല്ല ടേസ്റ്റാണത്. പിന്നെ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കാം, വെള്ളത്തിൽ എണ്ണയിലൊന്നുമല്ല കേട്ടോ നമ്മൾ ഉണ്ടാക്കുക. അപ്പോൾ അത് കൂട്ടി അങ്ങോട്ട്, അത് മാത്രമൊക്കെ കൂട്ടി മാമ്പഴ പുളിശ്ശേരി, ഇരുമ്പാമ്പുളി അച്ചാർ ഇതൊക്കെ കൂട്ടി അങ്ങ് നമ്മളൊരു കുരിപ്പ് ഇട്ടിട്ടാണ്. പിന്നെ എന്നും ചക്കയും മാങ്ങയൊക്കെ തന്നെ. അപ്പോൾ ഇന്ന് എനിക്ക് ചിക്കൻ്റെ കൂടെ ഇതൊരു ഇത്തിരി പുളിയുള്ളതും കൂടി വേണമെന്ന് വിചാരിച്ചിട്ടാണ് ചേട്ടൻ ഇരുമ്പാമ്പുളി കഴിച്ചിട്ടുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ ചേട്ടൻ്റെ ശബ്ദത്തിൽ? എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? പണ്ട് അമ്മ ഇരുമ്പാമ്പുളി കൊണ്ട് ഉണ്ടാക്കിയ കറികളെ കുറിച്ച് വല്ല ഓർമ്മയുണ്ടോ? ഇല്ല. നിങ്ങളങ്ങനെ ഇരുമ്പാമ്പുളി യൂസ് ചെയ്യാറില്ല?
അങ്ങനെ ഇരുമ്പാമ്പുളി ഞങ്ങളുടെ നാട്ടുകാർ എല്ലാവരും യൂസ് ചെയ്യും. ഞങ്ങൾക്ക് മിക്കവാറും ഇരുമ്പാമ്പുളി പരിപ്പിലിട്ട് വയ്ക്കും, ഇരുമ്പാമ്പുളി കേടയുണ്ടല്ലോ, ഇരുമ്പാമ്പുളി പരിപ്പിലിട്ട് വയ്ക്കും, ഇരുമ്പാമ്പുളി അച്ചാറുണ്ടാക്കും, ഇരുമ്പാമ്പുളി മീൻകറി ഇട്ട് വയ്ക്കും, ഇരുമ്പാമ്പുളി പിന്നെ എന്നിട്ട് ഉണ്ടാക്കാൻ അതൊക്കെ തന്നെ ഞങ്ങൾക്ക് ഉണ്ടാക്കും. ചിലർ അതിനോട് സ്കാഷും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. ഞങ്ങളൊന്നും ഉണ്ടാക്കില്ല. നമ്മളൊക്കെ നാട്ടിൻ പുറത്തുകാർ അങ്ങനെ ഒരു ലൊക്കാലിറ്റിയിലേക്ക് ജീവിക്കുന്നവർ ഇങ്ങനെയൊക്കെ തന്നെ. ഇതൊക്കെയാണ് നമ്മളുടെയൊക്കെ ഒരു ഇഷ്ടങ്ങളും സ്നേഹങ്ങളും കേട്ടോ. നിങ്ങൾക്ക് ആർക്കൊക്കെ ഇരുമ്പാമ്പുളി അച്ചാർ ഇഷ്ടമാണെന്ന് പറയണേ. എത്ര കാലം കാത്തിരുന്നിട്ടാണെന്നറിയോ ഞങ്ങൾക്ക് ഇരുമ്പാമ്പുളി ഉണ്ടായത്. എത്ര കാലം കൊതിച്ചു. അപ്പുറത്തെ വീട്ടിലൊക്കെ നിൽക്കുന്നത് കാണാം, പക്ഷെ അവിടെ ആൾക്കാരില്ല. ഇല്ലാത്ത വീട്ടിൽ ഒരു വടയ്ക്ക് താമസിക്കുന്നവർ മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഞങ്ങൾക്കത് ചോദിച്ച് മേടിക്കാനൊരു ബുദ്ധിമുട്ട്. പിന്നെ നമ്മൾ ചോദിക്കാറുമില്ല അവരുടെ അടുത്ത്. അപ്പോൾ അങ്ങനെ നാണക്കേട് വിചാരിച്ച് ഇങ്ങനെ നിന്ന് പോയതാണ്. ഞങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ സ്വന്തമായിട്ട് ഇരുമ്പാമ്പുളി ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ കറികളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം കറി ഉണ്ടാക്കിയിട്ട് കാണാൻ നമുക്ക് നമ്മുടെ പരിപ്പും നമ്മുടെ സാമ്പാർ ചീരയും കൂടിയിട്ട് ഞാൻ നല്ലൊരു കറി ഉണ്ടാക്കിയിട്ടാണ് മുളക് പൊടി ഒക്കെ ചേർത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ചിക്കൻ ഡ്രൈ ഉണ്ട്. പിന്നെ അതാ നമ്മുടെ ഇരുമ്പാമ്പുളി പൊട്ടിച്ചു കൊണ്ടിട്ടുള്ള ഇത് മതി ചോറിന്. എന്നിട്ട് കുറച്ച് ചിക്കനൊക്കെ കൂട്ടി അങ്ങോട്ട് സൂപ്പറായിട്ട് കഴിക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. പിന്നെ നമ്മുടെ സുടാ ചോറുണ്ട്, ഇരുമ്പാമ്പുളി അച്ചാറുണ്ട്, പരിപ്പും ചീരയും കറിയുണ്ട്, തിക്കണുണ്ട്, ഞാനുണ്ട്, മുന്നിട്ട് കേട്ടോ. അങ്ങനെ കുളി കഴിഞ്ഞെത്തിയിട്ടോ. രാവിലെ തൊട്ടുള്ള വീഡിയോ ഒക്കെ എടുക്കാന്നൊക്കെ വിചാരിച്ച് ഇവന്നെ കാണാനില്ലോ. രാവിലെ തൊട്ടുള്ള വീഡിയോ ഒക്കെ എടുക്കാന്നൊക്കെ വിചാരിച്ചിട്ട് ആണ് ഞാനിതൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്ന. പിന്നെ ചൂടും കാര്യങ്ങളും, പിന്നെ മുറ്റടിക്കാണ്ടായിരുന്നു, അകടിച്ചു വാരി തുടക്കുക, എല്ലാം കുറേ പണിയുടെ പാത്രങ്ങൾ കഴുകുക, സകലതും കഴിഞ്ഞ് വന്നപ്പോൾ മണി 10:30. അപ്പോൾ എനിക്ക് എടുക്കുക എന്നുള്ള പരിപാടിയാണ്. ഞാനൊന്ന് കുളിച്ചു, നല്ലപോലെ കുറേ നേരം വെള്ളത്തിലങ്ങ് നിന്ന്. ചൂടെടുത്തിട്ട് സഹിക്കാൻ പറ്റില്ല, ചുട്ട് പൊള്ളുന്നു വെള്ളം. അപ്പോൾ ഞാൻ കുറച്ച് നേരം വെള്ളത്തിൽ ഇങ്ങനെ നിന്നു തന്നെ. വെള്ളം ഇങ്ങനെ തലയിൽ കൂടെ വീഴുമ്പോഴാണല്ലോ നമുക്കൊരു സമാധാനം ഉണ്ടാവുക. അയ്യോ ഇതേ വീണ്ടും അയ്യോ ഫാൻ ഇട്ടിട്ടില്ല, ഫാൻ ഇട്ട് വെച്ചിട്ടുണ്ടായില്ല. അപ്പോൾ അങ്ങനെ കുളിച്ചു ഫ്രഷായി. ഇനിയിപ്പോൾ ഉറങ്ങണം. നാളേക്കുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി ചക്കക്കുരു നന്നാക്കി വെച്ചിട്ടുണ്ട്, ചക്ക നന്നാക്കി, സകലതും. ഇനിയിപ്പോൾ എന്തൊക്കെയാ ഭക്ഷണം വേണ്ട അതൊന്നും നമ്മൾ എന്തൊക്കെ എല്ലാം പ്ലാൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചേട്ടനപ്പുറത്ത് ഉറങ്ങുന്നുണ്ട്. ഇനിയിപ്പോൾ ആള് വിളിച്ചു കൊണ്ട് വരണം. ആൾ ഉറങ്ങി. അപ്പോൾ ഭക്ഷണം കഴിക്കലും എല്ലാം കഴിഞ്ഞു. പാത്രങ്ങൾ കഴുകലും എല്ലാം ക്ലീൻ ചെയ്യലും ഒക്കെ കഴിഞ്ഞിടോ. അയ്യോ എന്താ ഒരു സുഖം, എന്താ ഒരു ലൈഫ് അല്ല. രാവിലെ എണീക്കുക, പാത്രങ്ങൾ കഴുകുക, പാചകം ചെയ്യുക, പാത്രങ്ങൾ കഴുകുക, പാചകം ചെയ്യുക, പാത്രങ്ങൾ കഴുകുക, പിന്നെ കഴിക്കലോണ്ടാ. കഴിക്കലാണല്ലോ മസ്റ്റ്. അതിനാണല്ലോ എതിരെ ഓർക്കണമായിരുന്നത് തന്നെ എന്ന് പറഞ്ഞുവിടാം. അപ്പോൾ നല്ല ചൂടുണ്ട്, നല്ല ചൂട്. ഇന്ന് ഭയങ്കര ചൂടായിരുന്നു. മിറ്റടിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ചാവാറായി. ഇങ്ങനെ ആവിയൊക്കെ എടുത്തിട്ട് ഞാൻ അതൊന്നും കാണിച്ചില്ല, വീഡിയോ ഒന്നും എടുത്തില്ല. അതിനുള്ള മൂഡൊന്നും ഇല്ലായിരുന്നില്ല. ഇങ്ങനെ അങ്ങ് പോയി ഓരോരോ കാര്യങ്ങൾ. അപ്പോഴേ ഞാൻ വീഡിയോ ഇങ്ങനെ ഇതായിട്ട് വരാം. അപ്പോൾ എന്നാൽ പിന്നെ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി നാളെ കാണാം. ഞാൻ കൊടുക്കട്ടെ. അപ്പോൾ ചേട്ടാ എനിക്ക് അപ്പോൾ ശരി. അപ്പോൾ അങ്ങനെ തന്നെ കേട്ടാ. അജിന്തി പ്രസാദ് ഫാമിലിയോട് സൈനിങ് ഓഫ്. ടാറ്റാ ബൈ ബൈ. ഇനിയിപ്പോൾ നാളെ കാണുക.